കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് കണ്ടോ നിങ്ങള്? ഇതെന്റെ ഫ്രണ്ട് വിനീഷ്, ആളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാര് നാട്ടിൽ വരുമ്പം, അതും ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ വന്നതല്ലേ പിന്നെ, ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ വന്ന ആളെ കൂട്ടാൻ വന്ന അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശുദ്ധ തെമ്മാടിത്തരാണ് നമ്മുടെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവരെ കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് വാഹനം കടത്തി വിടൂലാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ നട്ടപ്പായരാക്ക് ആളുടെ വൈഫും കുട്ടിയും എന്നെ വണ്ടിയിലുണ്ട്. അവർ പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന കാരണം ഉള്ളിലേക്ക് വാഹനം കടത്തി വിടൂല പോലും. റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോ ആയതുകൊണ്ട്. അവിടെ പ്രൈവറ്റ് ഓട്ടോ അല്ല, എന്താ പറയുക, റോഡ് ടാക്സും പൊല്യൂഷനും ഇൻഷുറൻസും ഓട്ടോ ടാക്സി പെർമിറ്റുള്ള ഓട്ടോയിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോ കടത്തി വിടൂല ഉള്ളിൽ. ഇതെന്താ തോന്നിയ വാസ? ഇത് വെള്ളരിക്കപ്പെട്ടാണോ ഇത്? ഇവിടെ ആളെ കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായ വ്യക്തിയാണ്. ഇന്നലെ അല്ലേ നമ്മൾ പോയത്? ഇന്നലെ കൊണ്ടാക്കിയിട്ട് പോയ വ്യക്തിയാണ് കേട്ടോ. ഇത് അതിന്റെ ഉള്ളിൽ നിന്ന് ഇത്രയും കിലോമീറ്റർ നടന്ന്. ഇല്ല നിങ്ങളെ എടുത്തിട്ടില്ല സോറി, നിങ്ങളെ എടുത്തിട്ടില്ല. നിങ്ങളെ എടുക്കുന്നില്ല. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാല്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങള് ഈ ഓട്ടോയില് വരുന്നവരൊക്കെ എന്താ പിച്ചക്കാരാ? ഓട്ടോയില് വരുന്നവര് പിച്ചക്കാരാ? ഇതെന്താ ഇത്? വെള്ളരിക്കപ്പെട്ടണ? പല തവണയാണ് ഞാനിത് സഹിക്കുന്നത്, പല തവണ. ഓട്ടോയില് വരുന്നവര് ഇതാ പിച്ചക്കാരാ ഇത്? ഇവിടെ ടാക്സും പിന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വരുന്ന യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ ഇത്? ഇവിടെ വരുന്ന പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുടെ വൈഫും കുട്ടിയൊക്കെ ഉള്ളിലുണ്ട്. എൻ്റെ വണ്ടിയാണ് ഇതെന്താ? ഞാൻ പ്രൈവറ്റ് വാഹനം എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ഓട്ടോ ടാക്സി പെർമിറ്റുള്ള വാഹനമാണിത്. അവൻ ടാക്സിയൊക്കെ കടത്തി വിടും പോലും. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ടാക്സിയും പ്രൈവറ്റ് വാഹനമൊക്കെ കടത്തി വിടും, അതിനൊന്നും പ്രശ്നമില്ലാന്ന്. കൂട്ടാൻ വരുന്നുണ്ടെങ്കിൽ അവർ വാങ്ങുന്ന ചാർജ്, പിന്നെ അതായത് ടാക്സിക്കും പ്രൈവറ്റ് വാഹനത്തിനും വാങ്ങുന്ന ചാർജ് 100 രൂപ. നേരെ മറിച്ച് കൂട്ടാൻ വരുമ്പം ഈ ഓട്ടോറിക്ഷയ്ക്ക് ഉള്ളിൽ പെർമിറ്റ് ഇല്ല, കടത്തി വിടുന്നില്ല. കൊണ്ടാക്കാൻ മാത്രം പറ്റും എന്നുള്ളതാണ് ഇവർ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇതെന്താ കൊണ്ടാക്കാൻ വരുമ്പം ഇതിനെ അലൗഡും, എല്ലാത്ത പക്ഷം ഇതാ കൂട്ടാൻ വേണ്ടിയിട്ട് വരുമ്പം വണ്ടി ഉള്ളിലേക്ക് കടത്താൻ വിടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റുക? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാ വാങ്ങിക്കോട്ടെ, എക്സ്ട്രാ എന്തെങ്കിലും എന്താ പറയാ 50 100 എക്സ്ട്രാ ചാർജ് വാങ്ങിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ കയറ്റി വിടുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതെന്താ? ആള് തന്റെ